എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അനേകം പ്രതിഭാസങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റുമായുണ്ട്. അതിൽ തന്നെ ശാസ്ത്രലോകം എന്നും കൗതുകത്തോടുകൂടി നോക്കിക്കാണുന്ന ഒന്നാണ് ബ്ലാക്ക് ഹോളുകൾ അഥവാ തമോ ഗർത്തങ്ങൾ. ബ്ലാക്ക് ഹോളുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ പലരുടെയും മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്ന രംഗങ്ങളിലൊന്ന് ഇൻ്റർസ്റ്റെല്ലാർ മൂവിയിൽ കൂപ്പറും ടാസ് റോബോട്ടും ചെന്ന് പതിക്കുന്ന ഗർഗാൻജോയുടെ ദൃശ്യങ്ങളായിരിക്കും. നമ്മുടെ പ്രപഞ്ചത്തിൽ വിവിധ ഇനത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ബ്ലാക്ക് ഹോളുകൾ കാണപ്പെടുന്നുണ്ട്. ഗാലക്സികളുടെ മധ്യത്തിൽ കാണപ്പെടുന്ന സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോളുകൾ മുതൽ നക്ഷത്രങ്ങളുടെ പര്യവസാനത്തിൽ അവ ചെന്ന് എത്തി നിൽക്കുന്ന സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകളും, കൂടാതെ പ്രൈമോഡിയലും റൊട്ടേറ്റിംഗ് പോലുള്ള ഹൈപ്പോതെറ്റിക്കൽ ബ്ലാക്ക് ഹോളുകളും. നമ്മുടെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന എല്ലാ നക്ഷത്രങ്ങളുടെയും അവസാനം ഒരു ബ്ലാക്ക് ഹോളായി അത് പര്യവസാനിക്കുകയില്ല. നമ്മുടെ സൂര്യനെക്കാളും 8 മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങൾ അവയുടെ ഇന്ധനം കത്തിത്തീരുന്ന സമയം സ്വയം സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയും അതിനെ തുടർന്ന് ഗുരുത്വാകർഷണ ബലത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കാതെ സ്വയം കൊളാപ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ സൂര്യൻ ഉൾപ്പെടുന്ന എല്ലാ നക്ഷത്രങ്ങളും നക്ഷത്രമായി നിലനിന്ന് പോരുന്നത് നക്ഷത്രത്തിൻ്റെ ഗുരുത്വാകർഷണ ബലം അകത്തേക്ക് ബലം പ്രയോഗിക്കുന്ന സമയം നക്ഷത്രത്തിനുള്ളിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമുണ്ടാകുന്ന എനർജി പുറത്തേക്ക് ബലം പ്രയോഗിക്കുന്നതിനാലാണ്. എന്നാൽ ഇന്ധനം പൂർണ്ണമായും കത്തിജ്വലിച്ച് തീരുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ അവസാനിക്കുന്ന ഒരു നക്ഷത്രത്തിന് ഈ ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്നു. അതിനെ തുടർന്ന് അത് കൊളാപ്സ് ആകുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഒരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഫലമായി ഒരു ന്യൂട്രോൺ നക്ഷത്രം ജന്മമെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പുറംപാളികൾ സൂപ്പർനോവ എക്സ്പ്ലോഷനെ തുടർന്ന് പുറത്തേക്ക് തെറിക്കുന്ന കോർ കൊളാപ്സായി രൂപം കൊള്ളുന്ന ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ മാസ് TOV അഥവാ ടോൾമാൻ ഓപ്പൺഹൈമർ വർക്ക് ഓഫ് ലിമിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ, അതുമല്ലെങ്കിൽ നമ്മുടെ സൂര്യൻ്റെ മാസിനേക്കാൾ 2 മുതൽ 3 മടങ്ങ് കൂടുതലാണെങ്കിൽ ആ ന്യൂട്രോൺ നക്ഷത്രം വീണ്ടും സിംഗുലാരിറ്റിയിലേക്ക് കൊളാപ്സ് ആകുകയും ഇതിനെ തുടർന്ന് ഒരു ബ്ലാക്ക് ഹോൾ പിറവിയെടുക്കുകയും ചെയ്യുന്നു. ഇനി നമ്മുടെ വീഡിയോയുടെ യഥാർത്ഥ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഭൂമിയെയും നമുക്ക് ചുറ്റും കാണുന്ന മറ്റ് വസ്തുക്കളെയും ഒരു ബ്ലാക്ക് ഹോളാക്കി മാറ്റുവാനായി സാധിക്കുമോ? തിയററ്റിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന ഏതൊരു വസ്തുവിനെ അതിൻ്റെ ഷോസ്റ്റൽ റേഡിയസിലേക്ക് ചുരുക്കുവാനായി സാധിക്കുമെങ്കിൽ അതിനെ നമുക്കൊരു ബ്ലാക്ക് ഹോളാക്കി മാറ്റുവാനായി സാധിക്കും. അതായത് 6371 കിലോമീറ്റർ മീൻ റേഡിയസ് ഉള്ള നമ്മുടെ ഭൂമിയെ വെറും 9 മില്ലിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ഗോളത്തിൻ്റെ വലുപ്പത്തിലേക്ക് ചുരുക്കുവാനായി സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഭൂമിയെ ഒരു ബ്ലാക്ക് ഹോളാക്കി മാറ്റുവാനായി സാധിക്കും. പക്ഷേ ഫിസിക്സിൽ നമുക്കറിയാവുന്ന യാതൊരു അറിവ് വെച്ചിട്ടും 6371 കിലോമീറ്റർ മീൻ റേഡിയസ് ഉള്ള ഭൂമിയെ വെറും 9 മില്ലിമീറ്റർ റേഡിയസ് ഉള്ള ഒരു ഗോളമാക്കി മാറ്റുവാൻ സാധിക്കുന്ന ഒരു ഊർജവും നമുക്ക് ഇതുവരെ കണ്ടെത്തുവാനായി സാധിച്ചിട്ടുമില്ല. ഇനി നമ്മൾ അങ്ങനെയൊരു ഊർജം കണ്ടെത്തിയാൽ തന്നെ ഭൂമിയെപ്പോലെ താരതമ്യേന ചെറിയ ആകാശഗോളത്തെ ഒരു ബ്ലാക്ക് ഹോളാക്കി മാറ്റുകയാണെങ്കിൽ തന്നെ ബ്ലാക്ക് ഹോളുകൾ വളരെ സാവധാനം ഹോക്കിങ്സ് റേഡിയേഷൻ മൂലം ഊർജവും ദ്രവ്യവും നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ ഭൂമി പോലുള്ള ചെറിയ വസ്തുക്കൾ ബ്ലാക്ക് ഹോളുകളായി മാറുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഹോക്കിങ്സ് റേഡിയേഷൻ മൂലം അത് ഇവാപ്പറേറ്റ് ചെയ്ത് നശിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ തിയററ്റിക്കലി നമുക്ക് ഏതൊരു വസ്തുവിനെയും ബ്ലാക്ക് ഹോളാക്കി മാറ്റുവാൻ സാധിക്കുമെങ്കിലും അത് നിലനിന്ന് പോരുന്നതും അങ്ങനെയുള്ള ഒരു ഊർജത്തെക്കുറിച്ചുമുള്ള അറിവുകൾ നമുക്ക് ഇതുവരെ ലഭ്യമല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഷോസ്റ്റൽ റേഡിയസിനെ കുറിച്ചും ഹോക്കിങ്സ് റേഡിയേഷനെ കുറിച്ചും വിശദീകരിക്കുന്ന ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപായി നമ്മുടേത് പുതിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.